ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? നിങ്ങളിൽ ആരെങ്കിലും പെണ്ണ് കെട്ടാത്തവരുണ്ടോ? അല്ല, ഒന്നുമില്ല, വെറുതെ ചോദിക്കുകയാണ് ഞാൻ. നിങ്ങൾ കെട്ടണം. എത്ര വെച്ചിട്ടാ ഈ സൂചിച്ച് നടക്കുക? കുറച്ചൊക്കെ അനുഭവിച്ചണം. കെട്ടണം തന്നെ ഞാനും പറയുള്ളൂ. അപ്പൊ അങ്ങനെ കെട്ടാത്തോല് വല്ലവരും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒന്ന് രണ്ട് വീഡിയോ കാണിച്ചു തരാം. വെറുതെ ഇരിക്കുമ്പോ ഒന്ന് കണ്ടളാ. കാരണം എന്താ അറിയോ, പെണ്ണ് കെട്ടിയിട്ട് സുഖമായി ജീവിക്കണം എന്നൊക്കെ വിചാരിച്ച് പ്ലാനും കൊണ്ട് നടക്കണ കാര്യം മിക്കതും. വെറുതെ ഒന്ന് കാണിച്ചു തരാം, കണ്ടോ. ആ പോണു മോൾക്ക്. എന്താ ബ്ലോക്കിങ് നോക്കാം. അതാ മലത്തി. ഇതൊക്കെ കണ്ടിട്ട് കിളിയും പോയി പരുന്തും പോയിട്ട് നിക്കണ ഒരു മഹാഭാവം നോക്കാം. ഇനി എന്നോട് പുയ്യാപ്പള എനിക്കൊരു കാര്യം പറയാണ്ട് കേട്ടോ. ഇതിപ്പോ ഇത് തുടക്കല്ലേ, സ്റ്റേജുമല്ല അങ്കപ്പ ഈ കണ്ടത്. ഈ മാസത്തിലൊരിക്കൽ ഒരു 6-7 ദിവസം ഇവരുടെ അടുത്തേക്ക് ചെല്ലാൻ പറ്റൂല. ഒരു പ്രഷർ കയറാണ്ട് ഇവർക്ക്. അന്നൊക്കെ ഇജ്ജ് വേണമെന്നുണ്ടെങ്കിൽ ടൂറായിട്ട് പോയിക്കോളുണ്ട്. ഈ ഒരു 7 ദിവസം അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി. ആ ഭാഗത്തേക്ക് ഒരു കരാട്ടിയും കളരിയ അറിയാത്ത പെണ്ണുങ്ങളടക്കം ബാമ്പ അഭ്യാസക്കാരൻ. ആ സമയത്ത് ഇജാതി ഒന്നിനും കെട്ടിയും കൊണ്ട് വന്നാൽ പിന്നെ എന്റെ കാര്യം എടുക്കാണ്ടോ. ഇജാ ചുരിദാർ ഇട്ട് അവിടെ നിന്നോ. സംഭവം കിളി മാറിയിക്കണു എന്റെ ഒക്കെ അന്തം മുട്ടിക്കാണേ. എന്താ ഇനി ഇത് ചെയ്യാന്ന് ആലോചിച്ചിട്ട്. സാരല്ല, ഏതായാലും തുടങ്ങിയില്ലേ, ഇനി കുടുങ്ങിക്കോളൂ. പോയിക്കോ, പെരീക്ക് പോയിക്കോ. എങ്ങനെയാലും പെരിയിൽ എത്തിച്ചാ നോക്ക്. ഇല്ലെങ്കിൽ ഇപ്പൊ ആ കല്യാണത്തിന് വന്ന മുഴുവെണ്ണത്തിന് ഓള് പഠിച്ച് ശരിയാക്കും. എളുപ്പങ്ങൾ അതിന്റെ കുടിയിൽ കൊണ്ടുപോയിക്കോളൂ. തീർന്നിട്ടൊന്നുമില്ല, ഇനിയുണ്ട്. പെണ്ണെട്ടത്തിൽ പോകരുതേ, അവിടെ തന്നെ നിൽക്ക്. ആവശ്യം നിങ്ങളേട്ടെ. അതും കൂടി ഒന്നും കണ്ടോളൂ. ഓള് മുട്ടിയും കോലൊക്കെ എടുത്തിട്ട് തന്നെ വരുന്നത്. ഇതാ പെണ്ണല്ലോ, ഇത് വേറെ പെണ്ണാ. ട്രെൻഡ് കല്യാണങ്ങളാ. നാത്തൂനൊക്കെ ഇരുന്ന് കജ്ജോട്ടിനുണ്ടോ? ഓളൊക്കെ വിരുന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിയാ വരിക. 10 മണി കഴിഞ്ഞിട്ട് നേരം വെളുത്ത് ചായ കുടിച്ചതിന്റെ മുന്നേ പറയും, ഞാൻ പോകമ്മ, കുട്ടിക്ക് മദ്രസ ഉണ്ടെന്ന്. ഇവിടെയൊക്കെ നിൽക്കുവോ? ഇവിടെ എന്നിട്ട് നാത്തുമ്പോ ഒരു കാട്ടിൽ നടക്കുവോ? പറമ്പിലോട്ട് എത്തും. അമ്മായിമാക്ക് പിന്നെ ഇനിയിപ്പോ എന്ത് ചെയ്താലും വേണ്ടില്ല. 10 മണി വരെ കിടന്നുറങ്ങിയാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു പരാതി ഉണ്ടാവില്ല അമ്മായിമാക്കൊന്നും. കാരണം ഓൾ അവിടുന്ന് കാണിച്ചേണ്ടതൊക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് പെരീക്ക് കൊണ്ടുപോണത്. മണ്ഡപത്തിലുള്ള അഭ്യാസം അത്. പിന്നെ ജീവന് കൊതിയുള്ള നാത്തൂനും അമ്മായിമ്മയും മുണ്ടൂല, അവിടെ എത്തും. ബാക്കി കാണാം. അതിൽ ഏതൊക്കെ ഉണ്ട് കേട്ടോ. നാത്തൂനും 1-2 ആൾക്കാർ തീരെ കയ്യടിച്ചണൊന്നുമില്ല. നല്ല പ്രോത്സാഹനം. അതങ്ങനെ പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന സാധനമല്ല. തെല്ലോണ്ട് കഴിച്ചിലായതാ. ഇക്കാലത്തൊക്കെയാണ് പെണ്ണിട്ടെന്ന് വെച്ചെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാം. ദിവസവും തല്ലാക്കാരം. അതും ഇതേമാതിരി വല്ല കൈരളിയോ കളരിയോ മറ്റേ കരാട്ടയൊക്കെ പഠിച്ച ഒരു സാധനം കൂടിയാണെങ്കിൽ എങ്ങനെ ഇത് പറയാനുള്ള ഗ്യാപ്പ് കിട്ടണ്ടേ. മഹമ്മദ് പന്തളി ഗ്രൗണ്ടിൽ തല്ലുണ്ടാക്കിയ മാതിരിയാവും. മഹമ്മദ് ഭയങ്കര കരാട്ടക്കാരനായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, ഗ്രൗണ്ടിൽ പോയിട്ട് വെറുതെ എല്ലാരെയും തല്ലുക, എല്ലാരെയും തോണ്ടുക, ഭയങ്കര റൗഡീസ് ആയിരുന്നു. അതിൽ അവസാനം എന്ത് ചെയ്തു അറിയോ, കമ്മിറ്റിക്കാർ നാട്ടിലും ഒക്കെപ്പാടെ കൂടിയിട്ട് നല്ലോണം അങ്ങോട്ട് പൂസി. അതായത് നിലത്ത് തൊടിയിച്ചില്ല. നിലത്ത് തൊടിയിക്കാതെ മോൾക്ക് എറിയ, ഇറങ്ങണോട് കൂടെ അടിക്കുക, വീണ്ടും എറിയ മോൾക്ക്. ഇങ്ങനെ അതിൽ മയമ എന്താ പറഞ്ഞറിയോ, നിങ്ങൾ ആണുങ്ങളാണെങ്കിൽ ഇനി ഒന്ന് സ്റ്റെപ്പ് എടുക്കാക്കുന്നു. അതേമാതിരിയാ കാലം ഇവളോടൊക്കെ കളിക്കാൻ എന്നാ സ്റ്റെപ്പ് പോയിട്ട് ഒരു പടവ് പോലും ഉള്ള എടുക്കായക്കൂല. അപ്പളത്തിന് അടി വീണിട്ടുണ്ടാവും. ആ നാത്തൂനും അമ്മായിമ്മയൊക്കെ ഇല്ല അവിടെ? ഇല്ല, ഒന്നുമില്ല, അവിടെ ഇരുന്നോളി. ഞാൻ വെറുതെ വിശേഷം ചോദിച്ചതാ. ഇപ്പൊ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇല്ലാത്തൊരു കല്യാണല്ല. വേറൊരുത്തൻ നോക്കോ, ഏറ്റിയാ പൊങ്ങണത് ഏറ്റിയാ പോരെ. ഓനത് ഏറ്റിയും കൊണ്ട് വരുന്നു, ഒന്ന് കണ്ടോക്കി. ഭയങ്കര ബിൽഡപ്പിലൊക്കെ ആയിട്ട് ആള് കേറി വരുന്നത്. എന്താ ആടുന്നു, രാമേട്ടൻ സാപ്പിന്ന് ഇറങ്ങിയ മാതിരി. പോണു. അത് ശരി, ഞാൻ പറഞ്ഞില്ലേ ഏറ്റിയാ പൊങ്ങാത്ത സാധനമാണ് ഏറ്റിയും കൊണ്ട് വന്നിട്ടുണ്ടെന്ന്. അല്ലെ ഇപ്പൊ അതുവരെ വന്ന ഓൾക്ക് പിന്നെ അവിടുന്ന് 2 അടി നടക്കാം. മെനപ്പന്റെ സഹായം വേണം. ഓനൊന്ന് ന്യൂജനായതാ. ഇപ്പൊ എന്തായി, കുജിലായി. നേരെ കീപ്പട്ടുകൾ പോന്നോളൂ. ഇനി ഇതിന്റെ വേറൊരു വശം കേൾക്കണോ നമുക്ക്? ഇജാതി കൾച്ചറുകളൊക്കെ എവിടുന്ന വന്നെന്ന് നിങ്ങൾക്ക് വല്ല പിടുത്തമുണ്ടോ? ഇല്ല അല്ലെ? ഭയങ്കര ബുദ്ധി വിവരമുള്ള ആളുകളെത്തുന്നു വന്നത്. അതാ കണ്ടോ.
എന്താ അവന്റെ കളിയില്ലേ? ഇതൊക്കെ അവിടുത്തെ തുടക്കത്തിൽ അലൻ ജോൺസ് പെരേരയാണ് ഈ ഐറ്റംസുകളൊക്കെ. അതൊക്കെ പിന്നെ പതുക്കെ 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 പ്രബുദ്ധ കേരളത്തിലേക്ക് കടന്നു വന്ന ആചാരങ്ങളാണ് ഈ ആചാരങ്ങളൊക്കെ. ഇവർക്കിപ്പോ ഇതൊക്കെ എന്താ ഒരു പുതുമയില്ല. കാരണം എന്താ അറിയോ, ഓരോ കല്യാണത്തിന് അന്ന് കെട്ടിയോനും കെട്ടിയോളും ഒരുമിച്ച് നാക്കാരെ തമ്പാക്ക് തൊള്ളേക്ക് ഇടുന്നത്. ആ ഓലിക്ക് ഇപ്പൊ എന്താ ഒരുത്തം വന്ന അവിടെ നിന്ന് ഡാൻസ് കളിച്ച. പക്ഷെ നമ്മളെ നാട്ടിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മളെ നാട്ടിൽ ഇത് നിർബന്ധമായിക്കണു. നിക്കാഹിന്റെ കൂടെ ഒരു DJ അത് നിർബന്ധമായിക്കണു ഇപ്പൊ. അങ്ങനെ ആയിക്കണു. പക്ഷെ ഞാൻ ഈ പെണ്ണുങ്ങള് കരാട്ട പഠിക്കുന്നുണ്ടോ മറ്റേ കളരി പഠിക്കുന്നുണ്ടോ അതിനൊന്നും എതിരല്ല കേട്ടോ. കാരണം എന്താ അറിയോ, അതിനൊന്നും എതിരല്ല എന്ന് ഞാൻ പറയാൻ കാരണം വേറൊരു ന്യൂസ് കൂടി ഞാൻ കാണിച്ചു തരാം. ഇതത് റോഡിൽ വെച്ച് യുവതിയെ ഒരു യുവാവ് അപമാനിച്ചതിന്റെ വിവാഹ അഭ്യർത്ഥന നിരസിച്ചതിന്റെ പേരിൽ വസ്ത്രങ്ങൾ വലിച്ചു കീറിയുള്ള അതിക്രമം ദൃശ്യങ്ങളടക്കമാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ രാജീവൻ? ഇതിൽ ആ ദൃശ്യങ്ങൾ കാണാം. നട്ടു റോഡിൽ ഒരു യുവതിയെ അപമാനിക്കുകയാണ് ഒരാൾ. കാരണം ഈ യുവതി ഒരു കൂട്ടുകാരിയുമായി സംസാരിച്ചു നിൽക്കുകയായിരുന്നു ഒരു സ്കൂട്ടറിൽ. ഈ സമയത്ത് ഇവിടെ കാറിൽ എത്തുകയും കാറിൽ നിർത്തിയതിനു ശേഷം ഇറങ്ങി വന്ന് ഈ യുവതിയെ കടന്നു പിടിച്ച് ആക്രമിക്കുകയുമായിരുന്നു ഇയാൾ ചെയ്തത്. ഇതിനിടയിൽ രക്ഷപ്പെട്ടു. എന്താ സംഭവം എന്നറിയോ, ഓനിക്ക് ഓളോട് ഇഷ്ടമാണ്. ഓൾക്ക് ഇഷ്ടമല്ല. ഓള് 1-2 പ്രാവശ്യം നിഷേധിച്ചു. അതുകൊണ്ട് ഓനിക്ക് പറ്റുന്നു. ഭയങ്കര ഗുണ്ടല്ലേ, അപ്പൊ ഓനിക്കത് പറ്റൂലല്ലോ. ഒരു പെണ്ണിനോടൊക്കെ പോയിട്ട് ഇഷ്ടം അറിയുമ്പോ ആ പെണ്ണ് ചാടിക്കേറി തിരിച്ചു ഇഷ്ടം പറയണം. ഇതാണ് ഇന്നത്തെ ഈ ലഹരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, മനസ്സ് വായിക്കാൻ ആർക്കും കഴിയൂല. ഒക്കെ ആവശ്യങ്ങൾ അപ്പം നടക്കണം, അത്രേ ഉള്ളൂ. ആ കൂട്ടത്തിൽ പെട്ട ഒരുത്തനാണ് ഇപ്പൊ ഈ ചെയ്തത്. ഓൻ ചെയ്ത അക്രമം എന്താ അറിയോ, ഒരു പെണ്ണിനെ നടു റോട്ടിൽ വെച്ചിട്ട് അവളുടെ വസ്ത്രം വലിച്ചു കീറുക. എന്തിന്? കാരണം അങ്ങനെ ആയാല് ഓനിക്ക് കിട്ടൂന്നുള്ള ഒരു ചിന്താഗതി ഓനിക്ക് വന്നത് കൊണ്ടും ഓന്റെ മേത്തുള്ള ആ ലഹരി ഓന്റെ വിദ്യാഭ്യാസമാണ് ഓനെ കൊണ്ട് ഇത്തരം തരം താന്ന പരിപാടി ഈ ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തോടത്തൊക്കെ ഒരു പെണ്ണിന്റെ 4 അഭ്യാസം അറിയാന്നൊക്കെ പറഞ്ഞാൽ അത് നല്ല കാര്യമാണ്. കാരണം ഇപ്പൊ നമ്മളാ മണ്ഡപത്തിൽ കണ്ട ആ പെണ്ണിന്റെ അടുത്തൊക്കെ ഇപ്പം ഓന്റെ അഭ്യർത്ഥനയും കൊണ്ട് ചെന്നിട്ട് ഓളെ നിഷേധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അതേമാതിരി ചെല്ലോ? ഇല്ല. ഒറ്റ പോക ചന്ദ്രനിക്ക്. കാരണം എടുത്തിട്ട് അലക്കും. അപ്പൊ അതുകൊണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ ചെയ്തു വെച്ചിട്ട് ഞാൻ വലിയ മോശത്തരം പറയുന്നതല്ല. പക്ഷെ കല്യാണത്തിന് നടക്കുന്ന കുറെ കോപ്രായങ്ങളുണ്ട്. അതിനെതിരെ ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളൂ. അത് ഈ വീഡിയോമായിട്ട് ഒരു ബന്ധവുമില്ല. ഇതൊക്കെ ഞാൻ കാണിച്ചത് എന്താ അറിയോ, നിങ്ങളിങ്ങനെ പെണ്ണ് കെട്ടാൻ വേണ്ടി റെഡി ആയി നിക്കണില്ലേ, ആ ആളുകളോടാ പറയണത്. ഇതൊക്കെ ഒന്ന് കണ്ടളാ, കെട്ടുമ്പോ ഒന്ന് നോക്കിക്കളാന്നുള്ളത്. പഴയ കളിയൊന്നും നടക്കൂല മനെ. ഭയങ്കര ടാസ്ക. പണ്ടാരോ പറഞ്ഞ മാതിരി ഈ കബറ് ജീവിതം കല്യാണ ജീവിതം അത് കഥ പറഞ്ഞുകൊണ്ടൊന്നും മനസ്സിലാവൂല, അനുഭവത്തിലൂടെ മനസ്സിലാവുള്ളൂ. സാരല്ല, എന്തായാലും കിട്ടുമല്ലോ. അതാ പിന്നെ ഒരു ആശ്വാസം. പിന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ 2 സ്റ്റെപ്പ് അവിടുന്ന് നിങ്ങൾ ഇടിപ്പിച്ചോളുണ്ടോ. കുറെയൊക്കെ നാത്തുമ്പോരും അമ്മായിയും പോരണ്ടോ ഒഴിവായി കിട്ടും. നല്ലീനാ പറയണത്. എന്നാ പോട്ടെ ഞാന്. ശരി.